ഹലോ ഹായ്. അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മളെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ 4ാം വാർഡായ നമ്മളെ പകർന്നല്ലൂർ എന്ന സ്ഥലത്താട്ടാണ്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെ കീഴിൽ പുതിയൊരു സ്റ്റേഡിയം വന്ന വിവരം നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാം. ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉദ്ഘാടനം കാത്തിരിക്കാട്ടാ. അപ്പോൾ സെപ്റ്റംബർ 21-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നമ്മളെ കോട്ടക്കൽ നിയോജക മണ്ഡലം നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് കായിക കലാ താരങ്ങളൊക്കെ പങ്കെടുക്കണം. അന്ന് വൈകിട്ട് ഇവിടെ നല്ല ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഇത് കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ നസീറ പറതൊട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിനെ കുറിച്ച് ഇതിവിടെ വരാനുള്ള കാരണങ്ങളെ കുറിച്ച് നമുക്ക് നമ്മളെ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറതൊടി നമ്മുടെ പകരനെല്ലൂർ സ്റ്റേഡിയം, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന പകരനെല്ലൂരാണ് സ്റ്റേഡിയം. ഈ 21-ാം തീയതി ബഹുമാന്യനായ കോട്ടക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഇതിൻ്റെ അറ്റകുറ്റ ചെറിയ മിനുക്ക് പണികളും കൂടെ തീരാനുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു പഞ്ചായത്തിൻ്റെ കളി സ്റ്റേഡിയം എന്നുള്ളത്. അതിനിവിടെ 21-ാം തീയതിയോടുകൂടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഈ പ്രദേശത്തുകാർക്കും കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട എല്ലാ ക്ലബിലെ കായിക മേഖലയിലുള്ള എല്ലാ ക്ലബ്ബ് ഭാരവാഹികൾക്കും ഇവിടെ കളിക്കാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഉയർന്ന പാറക്കെട്ടുമായിരുന്നൊരു സ്ഥലമായിരുന്നു. ഇത്രയും വിപുലമായ നല്ലൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെ നല്ലൊരു സ്റ്റേഡിയം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലേക്ക് റോഡ് ആണെന്ന് പറയാം, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 21 ലക്ഷം ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേക്കുള്ള റോഡ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഒരു ഡ്രസ്സിംഗ് റൂം, അതിനോടനുബന്ധമായ ടോയ്ലറ്റ് എല്ലാം ഇന്ന് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അല്പം മിനുക്ക് പണികളും കൂടെ തീരാനുണ്ട്. അത് കഴിഞ്ഞാൽ 21-ാം തീയതി നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ ഫണ്ട് എന്ന് പറയാൻ MLAയുടെ 1 കോടിയുടെ അടുത്ത് വരുന്ന ഫണ്ടാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിലേക്ക് ബാക്കി വന്ന ഫണ്ടാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും തുടർ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഈ ഒരു സ്റ്റേഡിയത്തിന് എത്രയാണോ ഫണ്ട് വേണ്ടത് വെച്ചാൽ അടുത്ത ഭരണസമിതിക്കും MLAക്കും MPക്കും എല്ലാവരുടെ ഫണ്ടും ഇതിന് അനിവാര്യമാണ്. നമുക്ക് നല്ല ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇതിൻ്റെ ഉയർച്ചകളിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.